ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് എല്ലാവരും പ്രിപ്പറേഷൻ്റെ ചൂടിലായിരിക്കും അല്ലേ? എന്ത് പഠിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ള ടെൻഷനിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് പോർഷൻ നോക്കാം. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓവർസിയർ ലെവൽ എക്സാമിനാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓവർസിയർ ലെവൽ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, അതേപോലെ സർവേ, എസ്റ്റിമേഷൻ, ഈ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജ് എടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഓവർസിയർ ലെവൽ എക്സാമിന് നോക്കുകയാണെങ്കിൽ ഒരു 8 മാർക്ക് നമുക്ക് എപ്പോഴും കിട്ടും, അല്ലെങ്കിൽ 5 to 8 വേണമെങ്കിൽ നമുക്കൊരു റേഞ്ച് പറയാം ഓവർസിയർ ലെവൽ എക്സാമിന്. ഇനി A ലെവലിലേക്ക് വരുവാണെങ്കിൽ ഇത്ര വെയിറ്റേജ് ഒന്നും ഉണ്ടാവില്ല, എന്നിരുന്നാലും ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് എവിടെന്നാ ക്വസ്റ്റ്യൻ വരികയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ വാല്യൂസ് അതുപോലെ നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇപ്പം 3 മാർക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് സബ്ജക്റ്റ് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെറിയൊരു മാർക്കിന്റെ വേരിയേഷനിൽ തന്നെ ഒരുപാട് റാങ്ക് നമ്മൾ പുറകോട്ട് പോകും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, കുറച്ച് ടെക്നിക്കൽ ടേംസ്, ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ടെക്നിക്കൽ ടേമിൽ നിന്ന് കുറച്ച് പെർസെൻറ്റേജ് ഓഫ് വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഈ സെഷൻ്റെ ലാസ്റ്റിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു എസ്റ്റിമേറ്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു സ്കൂൾ പണിയുമ്പോഴോ എന്ത് ചെയ്യും? എത്ര രൂപ അതിന് ചിലവാകുമെന്ന് ആലോചിക്കും ഇല്ലേ? നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ നമ്മൾ അതിന് എത്ര രൂപ ചിലവാകുമെന്ന് ആലോചിക്കത്തില്ലേ? അപ്പോൾ ആ തുക എത്രയെന്ന് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് എസ്റ്റിമേഷൻ. സിംപ്ലി ഒരു കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് വെറുതെ നമുക്കൊരു വീട് കെട്ടണം, എത്ര രൂപ ചിലവാകും? ഒരു 10 ലക്ഷം രൂപ, അങ്ങനെ നമ്മൾ പറയല്ലല്ലോ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പ്ലാൻ വരയ്ക്കും. പ്ലാൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏരിയ, വോളിയം ഒക്കെ കമ്പ്യൂട്ട് ചെയ്ത് വെക്കും. ശേഷം എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കും ഇല്ലേ? എന്ത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ആലോചിച്ചതിന് ശേഷം അതിൻ്റെ റേറ്റും കൂടെ കണ്ടുപിടിക്കും. ഈ 3 ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ? എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ഡാറ്റ വേണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഡാറ്റ വേണം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് വേണ്ടത് ഡ്രോയിങ്സ് ആണ്. ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലാൻ വേണം, സെക്ഷൻ വേണം, എലിവേഷൻ വേണം. പ്ലാന്, സെക്ഷൻ, അതേപോലെ തന്നെ എലിവേഷൻ, ഈ 3 സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ബീമുണ്ട്, ആ ബീമിൻ്റെ സൈസ് അറിയണം, എന്നാൽ മാത്രമല്ല അതിൻ്റെ എത്ര കോൺക്രീറ്റ് വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മളിപ്പോൾ ഒരു ബ്രിക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ എത്ര ഏരിയയിൽ ബ്രിക്ക് വർക്ക് ചെയ്യാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വേണ്ട ഡാറ്റ ഡ്രോയിങ് ആണ്. രണ്ടാമത് വേണ്ട ഡാറ്റ സ്പെസിഫിക്കേഷൻ ആണ്. സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് വർക്കേഴ്സിനെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് സ്പെസിഫിക്കേഷനിൽ പറയാം. അതേപോലെ വർക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതും സ്പെസിഫിക്കേഷനിൽ പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ട്രെഞ്ച് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടാക്കണമെങ്കിൽ അത് ഏത് വർക്കറിനെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യിക്കണം, എത്ര ഡെപ്ത് വരെയാണ് നമ്മൾ ആദ്യം കുഴിക്കേണ്ടത്, അവിടെ നിന്ന് കിട്ടുന്ന മണ്ണ് എത്ര ദൂരത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നത് സ്പെസിഫിക്കേഷനിലാണ്. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട് കെട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ബ്രിക്ക് യൂസ് ചെയ്യാം, സ്റ്റോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ബ്ലോക്സ് യൂസ് ചെയ്യാം, എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് സ്പെസിഫിക്കേഷനിൽ വേണം പറയാൻ. അപ്പോൾ രണ്ടാമത്തെ ഡാറ്റ സ്പെസിഫിക്കേഷനാണ്. ഇനി മൂന്നാമതായിട്ട് എന്ത് വേണം? റേറ്റ് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഫ്ലോറിങ് ചെയ്യുവാണെങ്കിൽ ഒരു വുഡൻ ഫ്ലോർ ചെയ്യുന്ന അതേ തുക തന്നെയാണോ നമ്മൾ ടൈൽ യൂസ് ചെയ്യുമ്പം ചിലവാകുക? അല്ലല്ലോ. അപ്പം മെറ്റീരിയലിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്തൊക്കെ ഡാറ്റയാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് എന്ന് ചോദിച്ചാൽ 3 ഡാറ്റയാണ്: ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻസ്, റേറ്റ്. ഇതൊരു കോഡിലൂടെ പഠിക്കാം. നമുക്ക് DSR, ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ DSR ആണ് ഇവിടുത്തെ കോഡ്. DSR എന്ന് വെച്ചാൽ ഡാറ്റ റിക്വയർഡ് ഫോർ എസ്റ്റിമേറ്റ് ഏതാന്ന് ചോദിച്ചാൽ DSR ആണ്. അതായത് ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഇനി അടുത്തത് നമ്മൾ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിലേക്ക് പോകുകയാണ്. ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബ്രോഡായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എസ്റ്റിമേറ്റിനെ. ഫസ്റ്റ് വൺ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്, രണ്ടാമത്തത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്.
ഒന്ന് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, രണ്ടാമത്തത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇനി പി എസ് സിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് ഓർ നെയിംസ്. അതായത് എന്തെങ്കിലും ഒരു പേരിന് വേറെ എന്തൊക്കെ പേരുകൾ കൂടെ പറയാൻ പറ്റുമെന്നുള്ളത് പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട സെഷനാണ്. അപ്പോൾ ആദ്യം നോക്കാം, പ്രിലിമിനറി എസ്റ്റിമേറ്റിന് വേറെ എന്തൊക്കെ പേര് പറയും നമുക്കൊന്ന് നോക്കാം. റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയും, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയും, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് എന്ന് പറയും. അപ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിന് വേറെയും 3 പേരുകളുണ്ട്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, റഫ് എസ്റ്റിമേറ്റ്, അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. അപ്പം ഈ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ്. അതായത് ഭയങ്കര ആക്യുറേറ്റ് ഒന്നും അല്ലാതെ നമുക്ക് പെട്ടെന്നൊരു വാല്യൂ കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഏകദേശ തുക അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ഇനി ഇതിൻ്റെ ആക്യുറസി വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നത് ഫാസ്റ്റ് എക്സിക്യൂഷൻ, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈൻ സ്കെച്ച് മാത്രം മതി, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ലൈൻ സ്കെച്ചും ഒരു റിപ്പോർട്ടും ആവശ്യമായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ടേമും കൂടെ അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കുന്നത് കണ്ടിൻജൻസീസ്. കണ്ടിൻജൻസീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടിൻജൻസീസ് എന്ന് വെച്ചാൽ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ആണ്. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ കാണിക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും. അതിനെയൊക്കെയാണ് നമ്മൾ കണ്ടിൻജൻസീസ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു റഫ് എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ടിൻജൻസീസ് വളരെ കൂടുതലാണ്, 5 to 10% ആണ്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 5 to 10 അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് അതർ നെയിംസ് അറിഞ്ഞിരിക്കണം, പിന്നെ കണ്ടിൻജൻസീസ് എത്രയുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ടൈപ്പ് നമുക്ക് പറയാനുണ്ട്. അതിന് മുൻപായിട്ട് എന്താണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നും കൂടെ നോക്കാം. അപ്പോൾ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഐറ്റം ആയിട്ട് എടുത്തിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേറ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പം ഇങ്ങനെ ഓരോ ഐറ്റം ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആക്യുറസി എന്തായാലും കൂടുതലായിരിക്കില്ലേ? ഓരോ ഐറ്റം ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആക്യുറസി കൂടുതലായിരിക്കും. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ റഫ് ആയിട്ടുള്ള ഡ്രോയിങ് ഒന്നും പോരാ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് അതേപോലെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടുത്തെ കണ്ടിൻജൻസീസ് നമ്മൾ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിൻജൻസീസ് കുറവായിരിക്കും. അതും അറിഞ്ഞിരിക്കുക, 3 to 5% ആണ്. ഈ കണ്ടിൻജൻസീസ് നമ്മൾ ഇനി എന്തിലും പറയും? ടെക്നിക്കൽ ടേമിലും പറയും. പക്ഷെ ഇവിടെയും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അതുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് കാറ്റഗറി യൂണിറ്റ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് മെത്തേഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ അതിനെ സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ എത്ര ബെഡുള്ള ഹോസ്പിറ്റൽ എന്നാണ് പറയുക. അല്ലെങ്കിൽ ഒരു സ്കൂൾ പോവുകയാണെങ്കിൽ എത്ര ക്ലാസ് മുറി ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ എന്താ പറയുക സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ തുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചിലവാകും ഇൻറ്റു നമ്പർ ഓഫ് ക്ലാസ് റൂം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര രൂപ ചിലവാകും എന്നുള്ളത് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി കിട്ടും. അതേപോലെ തന്നെ തിയേറ്ററിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക അവിടുത്തെ നമ്പർ ഓഫ് സീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്ര സീറ്റുള്ള തിയേറ്റർ എന്ന് പറയും, അതിൽ ഒരു സീറ്റിന് എത്ര രൂപ ചിലവാകും ഇൻറ്റു നമ്പർ ഓഫ് സീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ ജനറലി നമ്മളൊരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അതായത് നമ്മൾ ആ യൂണിറ്റിനെ എത്ര രൂപ ചിലവാകും, ഒരു യൂണിറ്റിന് എത്ര രൂപ ചിലവാകും, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് സർവീസ് യൂണിറ്റ് മെത്തേഡ് എന്ന് ഇതിനെ പറയുന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത് പ്ലിന്ത് ഏരിയ മെത്തേഡാണ്. എല്ലാവർക്കും അറിയാം പ്ലിന്ത് ഏരിയ മെത്തേഡിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഈ പ്ലിന്ത് ഏരിയ റേറ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മളെ ലൊക്കാലിറ്റിയിൽ സെയിം സ്പെസിഫിക്കേഷനുള്ള ഒരു സെയിം വർക്ക്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു വീട് കെട്ടുന്നു, നമ്മൾ അതേ ലൊക്കാലിറ്റിയിൽ, ഇതാണ് നമ്മളെ വീട് X1 എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു, ഇതേ ലൊക്കാലിറ്റിയിൽ ഇതേ സ്പെസിഫിക്കേഷനിൽ നമ്മൾ വേറൊരു വീട് പണിയാണ് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത്
സെയിം ലൊക്കാലിറ്റിയിൽ സെയിം സ്പെസിഫിക്കേഷനിൽ നമ്മളൊരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ റേറ്റും നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിൻ്റെ റേറ്റും കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെയിം ലൊക്കാലിറ്റി ആയിരിക്കണം, സെയിം സ്പെസിഫിക്കേഷൻ ആയിരിക്കണം, അതേപോലെ ഹൈറ്റ് ഒക്കെ സെയിം ആയിരിക്കണം. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഒക്കെ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ആ റേറ്റ് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അറിയേണ്ടത് പ്ലിന്ത് ഏരിയ മെത്തേഡിൽ പ്ലിന്ത് ഏരിയ ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ ഹൈറ്റ് എവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അത് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കുമല്ലോ. നമ്മളൊക്കെ എഞ്ചിനീയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആൾക്കാർക്ക് ഹൈറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതാണ് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്. ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ വോളിയം ആണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വോളിയം മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ക്യൂബിക്കൽ കണ്ടന്റിന് എത്ര രൂപ ചിലവാകും അല്ലെങ്കിൽ പെർ യൂണിറ്റ് റേറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് കിട്ടും. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് സിമിലർ വർക്ക് ആയിരിക്കണം, സിമിലർ ലൊക്കാലിറ്റി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലിന്ത് ഏരിയ മെത്തേഡിനെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് എന്ന് നമുക്ക് പറയാം. അടുത്തത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി വിത്ത് ബിൽ മെത്തേഡാണ്. ഇവിടെ നമ്മൾ ടോട്ടൽ വാളിൻ്റെ ലെങ്ത് ആണ് എടുക്കുക. ടോട്ടൽ വാളിൻ്റെ ലെങ്ത് എടുക്കും. അതിനുശേഷം അതിൻ്റെ 1 മീറ്റർ ലെങ്ത്തിന് എത്ര രൂപ ചിലവാകും എന്നുള്ളത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ ഏരിയ മെഷർ ചെയ്തു, ഒന്നിൽ വോളിയം മെഷർ ചെയ്തു, ലാസ്റ്റ് വണ്ണിൽ നമ്മൾ ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. ഈ മെത്തേഡൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലേക്ക് പോവുകയാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ വേറൊരു പേര് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്നാണ്. അതായത് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ആർ സി സി ആകുമ്പോൾ എല്ലാവർക്കും ഓർത്തിരിക്കാമല്ലോ. RCC എടുക്കുന്നു. RCC എടുത്തതിന് ശേഷം RCC ബീമിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, RCC സ്ലാബിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, RCC ഫൂട്ടിങ്ങിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കണ്ടുപിടിക്കും. അതാണ് ഒരു ഐറ്റം. അതേപോലെ ബ്രിക്കിൻ്റെ വാൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബ്രിക്ക് വർക്ക് അടുത്ത ഐറ്റമായി. ബ്രിക്ക് വർക്കിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. ഇങ്ങനെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് എടുത്ത് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് വാല്യൂ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. ഇനി ഇതിലും കുറേ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആണ്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഹൗസിൻ്റെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, വീട് വെച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു വീടിനൊരു ഔട്ട് ഹൗസ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണ്ടേ? അങ്ങനെ നമ്മുടെ വർക്കിലേക്ക് ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ പുതുതായിട്ടൊരു വർക്കും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. അതായത് അഡീഷണൽ വർക്ക്, നമ്മുടെ വർക്കിലേക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്കും കൂടെ വരുവാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആണ്. അടുത്തത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 3 സാങ്ഷനുകൾ വാങ്ങും. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടാവും, ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ടാവും, ഫിനാൻഷ്യൽ സാങ്ഷൻ ഉണ്ടാവും. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എമൗണ്ട് 10% ഡീവിയേഷൻ വന്നു എന്നിരിക്കട്ടെ. അതേപോലെ ടെക്നിക്കൽ സാങ്ഷനിൽ 5% എമൗണ്ട് ഡീവിയേഷൻ വന്നു. അതേപോലെ തന്നെ നമ്മൾ മെറ്റീരിയലിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവന്നു. ഈ 3 കണ്ടീഷനിലുമാണ് നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എമൗണ്ടിൽ ഒരു ഡീവിയേഷൻ വന്നു, അതേപോലെ ടെക്നിക്കൽ സാങ്ഷൻ്റെ എമൗണ്ടിലും ഒരു ഡീവിയേഷൻ വന്നു. കൂടാതെ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ സാധാ നോർമൽ ക്ലേ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ നോർമൽ ബ്രിക്കാണ് എസ്റ്റിമേറ്റിൽ കൊടുത്തിരുന്നത്. പക്ഷേ നമ്മൾ വർക്ക് തുടങ്ങിയപ്പോൾ നമ്മളോട് ആരോ വന്ന് പറഞ്ഞു അതല്ല നല്ലത്, ഹോളോ ബ്രിക്സ് ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഹോളോ ബ്രിക്സ് വെച്ച് ബാക്കി കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു മെറ്റീരിയൽ ഡീവിയേഷൻ സംഭവിക്കും. അങ്ങനെ മെറ്റീരിയൽ ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ കോസ്റ്റ് വ്യത്യാസം വരില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അഡീഷണൽ വർക്കാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 3 കണ്ടീഷൻ വരുമ്പോഴാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ 3 കണ്ടീഷനും ഓർത്ത് വെക്കണം കേട്ടോ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി 2 കണ്ടീഷൻ, ആദ്യത്തെ 2 കണ്ടീഷനും ഒരുമിച്ച് സംഭവിച്ചു എന്നിരിക്കട്ടെ.
അഡീഷണൽ വർക്കും ഉണ്ട്. അതുകൂടാതെ മെറ്റീരിയൽ ഡീവിയേഷനോ അല്ലെങ്കിൽ സാങ്ഷൻ എമൗണ്ടിൽ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 2 എസ്റ്റിമേറ്റും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് സപ്ലിമെന്ററി കം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ആനുവൽ റിപ്പയർ അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ PWD ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ കൺസ്ട്രക്ട് ചെയ്തു. ഒരു 2 വർഷം കൂടുമ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ എല്ലാ പാർട്സും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാറില്ലേ? അതായത് നമ്മളൊരു റോഡ് ആയിക്കോട്ടെ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം അത് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണോ എന്ന് വർഷത്തിലൊന്നോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊന്നോ ഗവൺമെൻറ്റിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൂഫിന് ചെറിയ ചോർച്ച വന്ന് തുടങ്ങി. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് വന്ന് നോക്കി റൂഫിന് ചോർച്ച ഉണ്ട്, ഹോസ്പിറ്റലിൻ്റെ റൂഫിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞ് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതേപോലെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ് ആനുവൽ റിപ്പയർ അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ ഓർത്ത് വെക്കാനാണെങ്കിൽ റോഡ്. നമുക്കറിയാലോ റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്. ഈ വർഷം റോഡ് കിട്ടും, അടുത്ത വർഷം ആകുമ്പോൾ അത് പൊളിഞ്ഞു തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് പാച്ച് വർക്ക് ചെയ്യും അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യും. അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ളതാണ് ഈ എസ്റ്റിമേറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ സേഫ് കണ്ടീഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റിപ്പയർ എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയാണ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ടൈപ്പും എന്താണെന്ന് വേർതിരിച്ച് അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കും. ഇനി കുറച്ച് ടെക്നിക്കൽ ടേമിലേക്ക് പോവുകയാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടെക്നിക്കൽ ടേംസ് മാത്രമാണ് ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ആണ്. ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ടർ നമുക്കൊരു വർക്ക് ഉണ്ട്, അതിന് ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടർ ഫേക്ക് ആവാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കോൺട്രാക്ടർ ആണ് എന്ന് വിചാരിക്കട്ടെ. അപ്പം അങ്ങനെ കള്ളത്തരം ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം. അതിനെയാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുക. ഏണസ്റ്റ് എന്ന് വെച്ചാൽ ഏർലി സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന ഡിപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഏർലി സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ്, അതായത് 2% എമൗണ്ട് ആണ് ജനറലി ഇൻവെസ്റ്റ് ചെയ്യാറ്. ടെൻഡർ കൊടുക്കുന്ന സമയത്ത് കോൺട്രാക്ടർ കൊടുക്കുന്ന എമൗണ്ട് ആണ് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്. അടുത്തത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്. ഇത് രണ്ടുമാണ് എക്സാമിന് എപ്പോഴും കൺഫ്യൂഷൻ ആവാറ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ടെൻഡർ ഒരു കോൺട്രാക്ടർക്ക് കിട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടി, അതിനുശേഷം വർക്ക് എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഗവൺമെൻറ്റിലേക്ക് നമ്മളൊരു പൈസ കെട്ടിവെക്കണം. ആ എമൗണ്ട് ആണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. അതായത് കോൺട്രാക്ടർ ഈ വർക്കൊന്നും മോശമായിട്ട് ചെയ്യാൻ പാടില്ലല്ലോ. കോൺട്രാക്ടർ വർക്ക് മോശമായിട്ട് ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം? പൈസ തിരിച്ചു പിടിക്കണ്ടേ? അങ്ങനത്തെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങി വെക്കുന്നത്. അത് ജനറലി 10% ഓഫ് ടെൻഡർ എമൗണ്ട് ആണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വെക്കാറ്. ഈ 10%-ൽ നമ്മൾ ഓൾറെഡി കൊടുത്ത ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഇൻക്ലൂസീവ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. 10%-ൽ EMD ഇൻക്ലൂസീവ് ആണ്. ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് തന്നെയാണ് EMD. ഓക്കെ, അപ്പോൾ 2 ടേം മാറിപ്പോകരുത്. ഒന്ന്, ടെൻഡർ ഡോക്യുമെൻ്റ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, അത് 2% ആണ്. അപ്പോൾ ആദ്യം കൊടുക്കുന്ന എമൗണ്ട് വളരെ കുറവാണെന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആ ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് പിന്നെയും പൈസ കെട്ടിവെക്കണം. ആ എമൗണ്ട് ആണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഈ പെർസെൻറ്റേജുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. 2%-ഉം 10%-ഉം അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ഈ 10% എന്ന് പറയുന്നത് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റും കൂടെ ഇൻക്ലൂസീവ് ആണ്, അതും കൂടെ ഓർത്ത് വെക്കുക. അടുത്തത് ലംസം എമൗണ്ട് ആണ്. അതായത് സ്മോൾ വർക്കുകൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈറ്റ് ക്ലീനിങ്, റിമൂവൽ ഓഫ് ട്രീസ്, അങ്ങനത്തെയൊക്കെ വർക്കുകളുടെ ക്വാണ്ടിറ്റി നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തില്ല. അതിന് മൊത്തത്തിൽ നമ്മൾ, അതായത് ചെറിയ ചെറിയ പെറ്റി വർക്കുകൾ, അതിനെ നമ്മൾ ലംസം എമൗണ്ട് എന്നാണ് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അറിഞ്ഞിരിക്കേണ്ടത് സൈറ്റ് ക്ലീനിങ്, റിമൂവൽ ഓഫ് ട്രീസ് ആൻഡ് വെജിറ്റേഷൻ. സ്മോൾ ഐറ്റം ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു വർക്ക് അല്ലെങ്കിൽ ഒരു വീട് കെട്ടുന്നു, വീട് വേണ്ട, ഒരു ഹോസ്പിറ്റൽ കെട്ടുന്നു, ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റൽ കെട്ടുന്ന സമയത്ത് വെറുതെ അങ്ങ് കെട്ടുകയാണോ ചെയ്യുക? അല്ലല്ലോ. അവിടെ സൂപ്പർവൈസേഴ്സിനെ നിർത്തും. അതേപോലെ സൂപ്പർവൈസേഴ്സിനെ പോലെ വർക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും,
പിന്നെ നമ്മളെ സൈറ്റിന് ഒരു വാച്ച്മാൻ വേണ്ടേ, അല്ലെങ്കിൽ നമ്മളെ സൈറ്റിലെ മെറ്റീരിയലൊക്കെ കള്ളന്മാർ കൊണ്ടുപോകില്ലേ. അപ്പോൾ സൈറ്റിലൊരു വാച്ച്മാൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ടെമ്പററി ബേസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഒരു വാച്ച്മാനെ നമ്മൾ വർക്ക് കഴിയുന്നവരെ നമ്മൾ ഹയർ ചെയ്തു എന്നിരിക്കട്ടെ, അവരുടെയൊക്കെ പൈസ കൊടുക്കണ്ടേ, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ. ആ ഒരു എമൗണ്ട് ആണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് സൂപ്പർവൈസേഴ്സ് ടെമ്പററി ബേസിസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആൾക്കാരുടെ വേജസ് ഒക്കെ എടുക്കുന്നത് ഈ പറഞ്ഞ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ്. ഇനി ഇവിടെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ പെർസെൻറ്റേജ് ആണ്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 1.5 to 2% ആണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 1.5 to 2%. ഓക്കെ, അടുത്തത് കണ്ടിൻജൻസീസ് ആണ്. കണ്ടിൻജൻസീസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വരുന്ന എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻസിഡൻ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ചിലവ് വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചിലവിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് കണ്ടിൻജൻസീസ് 3 to 5% ആണ്. ഇത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ വാല്യൂ ആണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റിന് നമ്മൾ പറഞ്ഞു 5 to 10% ആണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആവുമ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിന് 5 to 10% ആണ്. അപ്പം നിങ്ങൾ എക്സാമിന് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടിൻജൻസീസിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 5% എടുക്കുക. അതേപോലെ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 10 എടുക്കുക. പക്ഷേ എക്സാമിന് ഒന്നും പറഞ്ഞില്ല, രണ്ടും ഓപ്ഷനിലുണ്ട്. 3 to 5ഉം 5 to 10ഉം ഓപ്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ 3 to 5 വേണം ചൂസ് ചെയ്യാൻ. അതാണ് അവിടെ നിന്ന് നോക്കി വെക്കേണ്ടത്. നമ്മൾ എക്സാം ഹാളിൽ പോവും, നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ 5 to 10 നമുക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ 3 to 5ഉം ഓർമ്മ ഉണ്ടാവും. അവിടെ പോയി നമ്മൾ 5 to 10 കുത്തി വരുന്നു, വീട്ടിൽ വരുന്നു, എന്തായി, നെഗറ്റീവായി. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. നമ്മളാണല്ലോ എക്സാമിന് പോകുന്നത്. എക്സാം ഹാളിൽ കയറും, ടെൻഷനായിരിക്കും, ഓപ്ഷൻ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ വരുമ്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മളോട് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 5 എടുക്കുക. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ 5 to 10 എടുക്കുക. ഇനി ഇതൊന്നും പറഞ്ഞില്ല, എസ്റ്റിമേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടും ഓപ്ഷനിലുണ്ടെങ്കിൽ 3 to 5 വേണം ചൂസ് ചെയ്യാൻ. അടുത്തത് ടൂൾസ് ആൻഡ് പ്ലാൻസ് ആണ്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ടൂൾസ് ആൻഡ് പ്ലാൻസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി നീക്കി വെക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 1 to 1.5% ആണ്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 1 to 1.5% ആണ് T&Pക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടൂൾസ് ആൻഡ് പ്ലാൻസിനെയാണ് നമ്മൾ T&P എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചാർജ് സെൻറ്റേജ് ചാർജ്. അതിൻ്റെ വേറെ കുറച്ച് പേരുകൾ കൂടി ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ ചാർജ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചാർജ്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് വേറൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നോക്കി നടത്തുന്നതെന്ന് ഇരിക്കട്ടെ. ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് വേറൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുവാണെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർവിഷൻ ചാർജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ ചാർജിനെയാണ് സെൻറ്റേജ് ചാർജ് എന്ന് പറയുക. അത് നമ്മൾ ജനറലി 10% ആണ് കൊടുക്കുക. ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ആ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എമൗണ്ടിൻ്റെ 10% ആണ് നമ്മൾ കൊടുക്കാറ്. ഇനി ഇവിടെ ഇൻക്ലൂഡ് ചെയ്താൽ വിട്ടുപോയൊരു കാര്യമുണ്ട്, കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്. അതായത് നമ്മളൊരു കോൺട്രാക്ടർ ഒരു വർക്ക് എടുക്കുന്നു, അത് ജനറലി 10% ആട്ടോ. പ്രോഫിറ്റ് ഇതും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒരു കോൺട്രാക്ടർ വർക്ക് എടുക്കുന്നു, അയാൾക്കൊരു ലാഭം ഇല്ലാണ്ട് അയാൾ വർക്ക് എടുക്കൂലല്ലോ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കോൺട്രാക്ടർക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റും 10% ആണ്. അപ്പോൾ 10% രണ്ടിടത്ത് വന്നല്ലോ. ഒന്ന് സെൻറ്റേജ് ചാർജ്, അത് 10% തന്നെയാണ്. അതേപോലെ കോൺട്രാക്ടേഴ്സിനുള്ള പ്രോഫിറ്റ് 10% ആണ്. ഈ രണ്ട് വാല്യൂ ലിങ്ക് ചെയ്ത് ഓർത്ത് വെക്കുക. എവിടെ പ്രോഫിറ്റ്, നമ്മൾ വർക്ക് ചെയ്ത് തരുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് ചോദിച്ചാലും ജനറലി 10% ആണ്. ഇനി നമ്മൾ ജനറലായിട്ട് ടോട്ടൽ വർക്കിൻ്റെ 8% ഇലക്ട്രിഫിക്കേഷന് വേണ്ടി മാറ്റി വെക്കണം. ടോട്ടൽ കോസ്റ്റിൻ്റെ 8% ആണ് ഇലക്ട്രിഫിക്കേഷൻ ചാർജായിട്ട് നമ്മൾ എടുക്കുക. വാട്ടർ സപ്ലൈക്ക് 4% എടുക്കും. സാനിറ്ററി ഫിറ്റിങ്സിന് 4% എടുക്കും. വാട്ടർ ചാർജ് 1% ആണ്. അതേപോലെ ലേബർ ചാർജ് 25% ആണ്. അതായത് ഒരു വർക്കിൻ്റെ 25% എമൗണ്ടും ലേബർ ചാർജ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ പെർസെൻറ്റേജുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം എന്ന് ചോദിച്ചാൽ, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1.5 to 2, അതേപോലെ കണ്ടിൻജൻസീസ് 3 to 5ഉം 5 to 10ഉം.
ടൂൾസ് ആൻഡ് പ്ലാന്റ്സ് 1 to 1.5. സെൻറ്റേജ് ചാർജും കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റും 10% ആണ്. പിന്നെ ഇലക്ട്രിഫിക്കേഷനുള്ള എമൗണ്ട്, വാട്ടർ സപ്ലൈ, സാനിറ്ററി ഫിറ്റിംഗ്സ്, വാട്ടർ ചാർജ്, ലേബർ ചാർജ്, ഇത്രയും പെർസെൻറ്റേജുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഈ പെർസെൻറ്റേജ് എല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കിട്ടും. പിന്നെ ഏതോ ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വാല്യൂസ് തന്നെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ കണ്ടിൻജൻസീസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയാലോ. എന്നിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അനാലിസിസ് ഓഫ് റേറ്റ്സ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് മേ ബി ടേക്കൺ ആസ് 1%, 10%, 11%, 20%. എത്രയാണ്? സാധാരണ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ്. പക്ഷേ നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആദ്യത്തെ ഓപ്ഷൻ 1% ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും 1% ആണോ? രണ്ടാമത്തേത് 10% ആണ്. പിന്നെ 11 കിടക്കുന്നുണ്ട്, 20 കിടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. When engineering department undertake the work of other department, the amount charged towards design, supervision and execution etc. is called work charged establishment, contingencies, service charges, centage charges. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ഏറ്റെടുക്കുമ്പോൾ അവിടെ ഈടാക്കുന്ന ചാർജിന് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ടിന് നമ്മൾ എന്താണ് പറയാമെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വരും? സെൻറ്റേജ് ചാർജസ് അല്ലേ? വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല, കണ്ടിൻജൻസീസ് അല്ല, സർവീസ് ചാർജും അല്ല, സെൻറ്റേജ് ചാർജസ് ആണ്. ഇവിടെ കൺഫ്യൂഷൻ ആവുക സർവീസും സെൻറ്റേജും ആണ്. സെൻറ്റേജ് ചാർജസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി സെൻറ്റേജ് ചാർജിന് വേറെ എന്തൊക്കെ പറയും? ഡിപ്പാർട്ട്മെൻറ്റ് ചാർജസ്, വേറെ പേരുകളൊക്കെ ഓർത്ത് വെക്കണേ. ഡിപ്പാർട്ട്മെൻറ്റ് ചാർജസ്, സൂപ്പർവിഷൻ ചാർജസ് എന്നൊക്കെ പറയും. സൂപ്പർവിഷൻ ചാർജസ്. ഓക്കെ, ഇതും ഓർത്ത് വെക്കുക. ഏതാണ് ഓപ്ഷനിലുള്ളത് അത് നോക്കിയെടുക്കുക. അടുത്തത്, ഇൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ് ഈസ് യൂഷ്വലി 3 to 5%, 5 to 10%, 10 to 12%, 10 to 15%. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ കണ്ടിൻജൻസീസ് എത്ര കൊടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 to 5 ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇവിടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് പകരം പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? 5 to 10% ചൂസ് ചെയ്യണം. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല, വെറും എസ്റ്റിമേറ്റ് എന്ന് മാത്രം പറഞ്ഞു, രണ്ടും ഓപ്ഷനിലുണ്ടെങ്കിൽ 3 to 5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മാറിപ്പോരുത്. വിച്ച് ഈസ് ആൻ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? പ്ലിന്ത് ഏരിയ, ആനുവൽ റിപ്പയർ, ക്യൂബിക്കൽ കണ്ടന്റ്, പ്രിലിമിനറി. ഇതിൽ ഏതാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്? ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വേറൊരു പേര് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലേ? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ഇതിൽ വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പ്ലിന്ത് ഏരിയ വരുമോ? പ്ലിന്ത് ഏരിയ വരത്തില്ല. ആനുവൽ റിപ്പയർ വരുമോ? അതല്ലേ കറക്റ്റ് ആൻസർ. ആനുവൽ റിപ്പയറിന് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്യൂബിക്കൽ കണ്ടന്റ് വരില്ലല്ലോ, അതൊക്കെ അപ്രോക്സിമേറ്റിൽ വരും. പ്രിലിമിനറി എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൻ്റെ വേറൊരു പേരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, an accurate method of estimate consists of working out the quantities of each item of work. Plinth area estimate, cubical content method, detailed estimate, approximate estimate. ഏതിലാണ് നമ്മൾ ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലേ ആക്യുറേറ്റ് എസ്റ്റിമേറ്റ്? അതായത് ഓരോ ഐറ്റം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈച്ച് ഐറ്റം ഓഫ് വർക്കും നോക്കിയിട്ട് എടുക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാ ഐറ്റവും നോക്കി നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലേ? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ തന്നെ വേറൊരു പേരാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ബൈ പ്ലിന്ത് ഏരിയ മെത്തേഡ് ഈസ് പ്ലിന്ത് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ക്യൂബ് റേറ്റ്, പ്ലിന്ത് ഏരിയ റേറ്റ്, നൺ ഓഫ് ദീസ്. ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പ്ലിന്ത് ഏരിയനെ നമ്മൾ പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് കോസ്റ്റ് കിട്ടുക. പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് കോസ്റ്റ് കിട്ടുക. അപ്പോൾ പ്ലിന്ത് ഏരിയ റേറ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ദ ഒറിജിനൽ ഈസ് നോൺ ആസ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, എക്സ്റ്റൻഷൻ എസ്റ്റിമേറ്റ്, അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ്. അതായത് അഡീഷണൽ വർക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് അഡീഷണൽ വർക്ക് ഏതാണ്? അഡീഷണൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് അല്ലേ?
അപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ആൻസർ. അവിടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ടെക്നിക്കൽ സാങ്ഷനിലൊക്കെ ഡീവിയേഷൻ വരുമ്പോൾ, മെറ്റീരിയൽ ഡീവിയേഷൻ വരുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. പക്ഷേ ഫ്രഷ് അഡീഷണൽ വർക്കിന് വേണ്ടി നമ്മൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ഗിവൺ ഇൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ, ജനറൽ സ്പെസിഫിക്കേഷൻ, അപ്രോക്സിമേറ്റ് കോസ്റ്റ്, നൺ ഓഫ് ദിസ്. ഏതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ വേണ്ടത്? ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ അല്ലേ വേണ്ടത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ആണ് വേണ്ടത്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കി കമൻറ്റിൽ ആൻസർ പറയുക. The estimate prepared on the basis of plinth area multiplied by the height of building is plinth area method, central line method, cubical content method, detailed estimate. അപ്പോൾ ആൻസർ കമൻറ്റിൽ പറയുമല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. When the cost of estimate is exceeded by 10% or more, dash is to be prepared. Supplementary estimate, preliminary estimate, detailed estimate, revised estimate. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മളുടെ പുതിയ ഓൺലൈൻ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5-ന് നമ്മൾ ഓവർസിയർ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 15-ന് എയുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ടെസ്റ്റ് അവൈലബിൾ ആണ്, അതേപോലെ നല്ല ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ബാച്ച് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബാച്ചിലൊക്കെ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ തന്നെ വാല്യൂസ് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. ഇനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.